ഹലോ, ഗുഡ് മോർണിംഗ് ലിച്ചസ്റ്റിൻ. അപ്പോൾ ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ സൂര്യൻ നല്ല തല പൊക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നീറ്റ് വന്നപ്പോൾ ഇതിന് കുറേ ക്യാമറ വാൻസൊക്കെ പോയി. ഇത് ഫുള്ളായിരുന്നു. ഇതിൻ്റെ ഇപ്പുറത്തൊരു ഫാക്ടറിയാണ്. അപ്പോൾ ഫാക്ടറിയിലേക്ക് വന്ന വർക്കേഴ്സാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ കാറുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. ക്യാമറ വാൻസ് മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. സോ അപ്പോൾ ഇത് ലിച്ചസ്റ്റിനാണ്. ഇതിൻ്റെ നേരെ അപ്പുറത്താണ് വഡൂസ് കാസിലുള്ളത്. ടൈം ഉണ്ടെങ്കിൽ പോകണം ഇൻഷാ അല്ലാ. നമ്മൾ ചെറുതായിട്ടൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുള്ളതാണ്. എന്താ ഭംഗി കാണാനെന്ന് അറിയോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമ്മൾ ഇന്നലെ അവിടെ കണ്ടിട്ടുള്ളതാണ്. ഒരു ടൈപ്പ് ഓഫ് ബ്രെഡ്, പിന്നെ ഇവരുടെ ഇവരുടെ ചെറി ജാമാണ്. എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാണ്. അപ്പം ഇങ്ങനെ കുത്തി തിന്നലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസ് കാണാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ വൈകുന്നേരം 4 മണിക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇത് രണ്ടുമാണ് നമ്മുടെ പ്ലാന്. ഫസ്റ്റ് നമ്മളിവിടെ ലിച്ചസ്റ്റിനിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോകും. അപ്പോൾ വാട്ടർഫോൾസിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൽ നമ്മൾ ലിമിറ്റഡ് ഐറ്റംസ് വെച്ചിട്ടൊരു നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. നെയ്യില്ല, പകരം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിറച്ചിട്ടുണ്ട്. പാല്, തൈര്, എഗ്ഗ്, അതുപോലെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് നിറച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീസറിലാണെങ്കിലും കുറച്ച് മാരിനേറ്റ് ചെയ്ത ചിക്കൻ, ഐസ്ക്രീം, ഫ്രഞ്ച് ഫ്രൈസ്, പിള്ളേർക്ക് ഈസി ആയിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയുള്ള അങ്ങനത്തെ ഐറ്റംസൊക്കെ അതും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രാത്രി അതിനെക്കൊണ്ട് പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് വാങ്ങിക്കും. അപ്പോൾ നെയ്ച്ചോറിലേക്ക് നമ്മൾ സൈഡ് ഡിഷായിട്ട് ഒരു ചിക്കൻ കറിയാണ്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ 2 പീസ് എടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ട് കറിയാണ്, എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറി, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബ്ലാക്ക് വാട്ടറും ഗ്രേ വാട്ടറും ഒക്കെ കളയുന്ന സ്ഥലം. ഇതെല്ലാം കളഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. പിന്നെ ഇവിടെ ക്യാമ്പിംഗ് സൈറ്റിൽ എപ്പോഴും പോലീസ് പാട്രോളിങ് ഉണ്ടാവും കേട്ടോ. ലിച്ചസ്റ്റിൻ പോലീസാണത്. അങ്ങനെ വാൻ ലൈഫ് ഇൻ യൂറോപ്പിലെ 3ാമത്തെ രാജ്യമായിട്ടുള്ള ലിച്ചസ്റ്റിനിലെ യാത്ര ഇവിടെ തുടരുകയാണ്. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ സ്മോളസ്റ്റ് കൺട്രി. യൂറോപ്പിലുള്ളതിലൊരു ചെറിയ രാജ്യമാണ് ഈ ലിച്ചസ്റ്റിൻ. ആകെ 25 കിലോമീറ്ററാണ് ഈ രാജ്യത്തിൻ്റെ വലിപ്പം. 25 കിലോമീറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം എത്ര വരെ ഉണ്ടാവുന്നത്. അത്രയും കുഞ്ഞ രാജ്യമാണ്. പക്ഷേ ആ യൂറോപ്പിൻ്റെ ഒരു ബാക്കിയുള്ള കൺട്രി പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. ദൂരെ കാണുന്നതാണ് വഡൂസ് കാസിൽ. നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതൊരു പ്രൈവറ്റ് കാസിലാണ്. അത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആ മലമുകളിൽ നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് പറയുമോ കാണാൻ. ഫുള്ള് മരങ്ങൾക്കിടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്ന ലിച്ചസ്റ്റിനിലെ ഒരു സിറ്റി സെൻറ്റർ കാണാനാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ടൂറിസ്റ്റ് അട്രാക്ഷനും ഒന്നുമില്ല. അപ്പോൾ ആ സിറ്റി സെൻറ്റർ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ റെയിൻ വാട്ടർഫോൾസ് സ്വിറ്റ്സർലാൻഡ് ഇത് പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് തുടങ്ങിയിട്ടാണ് ലിച്ചസ്റ്റിൻ്റെ സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിച്ചസ്റ്റിന് ആകെ ഒരൊറ്റ സിറ്റിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആകെ 25 കിലോമീറ്റർ വലുപ്പമുള്ള ഒരു ചെറിയ കൺട്രിയാണ്. അപ്പം വഡൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയാണിത്. ലിച്ചസ്റ്റിൻ്റെ തലസ്ഥാനമായിട്ടുള്ള സ്ഥലമാണ് ഈ വഡൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അത് ഇവിടെ ഉള്ള ഒരു കാസിലായതുകൊണ്ടാണ് ആ കാസിലിന് വഡൂസ് കാസിൽ എന്ന് പേര് വന്നിട്ടുള്ളത്. ശരിക്കും ലിച്ചസ്റ്റിന് സ്വന്തമായിട്ടൊരു ലാംഗ്വേജ് ഇല്ല. ജർമ്മൻ ഭാഷയാണ് ഇവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. ഓസ്ട്രിയൻ്റെയും സ്വിറ്റ്സർലാൻഡിനും ഇടയ്ക്കുള്ള ഒരു കുഞ്ഞു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇത് ലിച്ചസ്റ്റിൻ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിലൊക്കെ ആകെ ഒരു ബസ്സേ കാണുന്നുള്ളൂ. പക്ഷെ അത്യാവശ്യം ഇവിടുത്തെ ആളുകൾക്ക് ലിവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്രയും ഒരു ബസ് സ്റ്റാൻഡ്, അത്രയും വലുപ്പമുള്ള ഒരു ബസ് സ്റ്റാൻഡ് കേട്ടോ.
നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ആകെ ഇവിടെ 40,023 ആളുകളേ ഉള്ളൂ ഈ ഒരു ലിച്ചസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രിയിൽ. ശരിക്കും ഇവർ യൂറോപ്യൻ യൂണിയൻ്റെ മെമ്പറല്ല, എന്നാൽ ഷെങ്കൺ ഏരിയയിലും അതുപോലെ തന്നെ യൂറോപ്യൻ എക്കണോമിക് ഏരിയയിലും ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം. ആ ഗ്രീൻ ലംബോർഗിനി ഡ്രൈവ് ചെയ്യുന്നത് ഒരു 80 എന്തായാലും ഒരു 70+ ഇയർ ഉള്ള ഒരു ലേഡിയാണ്, ഒരു പ്രായമായ ഒരു സ്ത്രീയാണ്. എനിക്കൊന്ന് ഇവരുടെ ഈ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവരുടെ ഭക്ഷണ രീതിയും ഇവരുടെ ഈ ഒരു ഇവിടുത്തെ ജീവിത ശൈലികളൊക്കെ എന്നാ തോന്നുന്നത്. എനിക്കവരെ കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ കുറേ നേരമായി സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. പാർക്കിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ക്യാമ്പർ വാൻ മോട്ടോർ ഹോം പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏരിയാസ് ഒന്നുമില്ല. വളരെ ടൈറ്റ് പാർക്കിംഗ് ആണ്. അപ്പോൾ ചെറിയ കാറ് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മുകളിലൊരു പാർക്കിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട് മോട്ടോർ ഹോമിന്. നമുക്ക് പോയി നോക്കാം. അങ്ങനെ ആ പാർക്കിങ്ങിലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നമ്മൾ പാർക്ക് ചെയ്തപ്പം നമ്മളെ കാറ് ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് റോഡിലേക്ക്. അപ്പം ബാക്കിയുള്ള പോകുന്ന ആ വണ്ടികൾക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ പിള്ളേർ പാർക്കിൽ കളിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു കുഞ്ഞു പാർക്കാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ കളിപ്പിച്ചതിന് ശേഷം നമുക്ക് നേരെ സ്വിറ്റ്സർലാൻഡിലേക്ക് വിടാം. ലിച്ചസ്റ്റീനിൽ നമ്മൾ ചെറിയൊരു വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇവിടെ ഒരുപാട് വാക്ക് ചെയ്യാനും ഒരുപാട് കാണാനൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാസിൽ ഒരു സിറ്റി സെൻറ്റർ, ചെറിയൊരു സിറ്റിയാണ്. 25 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെയുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഉള്ളിലുള്ള ഒരു കൺട്രിയാണ് കേട്ടോ. വേൾഡിൽ തന്നെ ചെറിയ കൺട്രികളിലൊന്നായിട്ടൊരു കൺട്രി കൂടിയാണ്. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, യൂറോപ്യൻ കൺട്രീസിനൊക്കെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. വണ്ടി ക്യാമ്പർ വാൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ട്രീ എല്ലാം ഉണ്ട്. ആപ്പിൾ നിറച്ചുണ്ട്. പിയർ ഉണ്ട്. പിയർ നല്ല ഹൈറ്റിലാണുള്ളത്. ആപ്പിള് എന്തോരം ആപ്പിൾസാണ് മാഷാഅല്ലാഹ്. ഡിഫറെൻറ്റ് ടൈപ്പും ഡിഫറെൻറ്റ് കളേഴ്സും ഒക്കെ ഉള്ള ആപ്പിളുകളാണ് കേട്ടോ. ഒരു ആപ്പിൾ പൊട്ടിച്ച് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ചെറിയൊരു പാർക്കാണ്. അപ്പോൾ പിള്ളേർക്കൊന്ന് കളിക്കാൻ വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ലിച്ചസ്റ്റീന്ന് പോകുന്ന സ്വിറ്റ്സർലാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിനി പോകുന്നത് യൂറോപ്പിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. റെയിൻ നദിയിലുള്ള ഒരു വാട്ടർഫോൾസാണിത്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസാണ്. എല്ലാവരും മസ്റ്റ് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുള്ളത് സ്വിറ്റ്സർലാൻഡിലാണ്. ഏകദേശം ലിച്ചസ്റ്റീന്ന് നമ്മൾ പോകുന്നത് ഈ വാട്ടർഫോൾസിലേക്ക് 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് പോവുകയാണ്. 1.5 മണിക്കൂർ അങ്ങോട്ടേക്ക്. അവിടെ ഒരു മാക്സിമം 2 hours സ്പെൻഡ് ചെയ്യാം. നമുക്ക് 4 o'clock തിരിച്ച് വേൾഡ് ഫേമസ് ചോക്ലേറ്റ് ഫാക്ടറി ലിൻഡ് ഫാക്ടറി സ്വിറ്റ്സർലാൻഡിൽ തന്നെ നമുക്ക് 4 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും കുറച്ച് 1 week 2 week മുന്നേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലാണ് നമുക്ക് ആ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് നമുക്കത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രിപ്പിൽ നമുക്ക് എന്തായാലും അത് കാണാൻ പറ്റില്ല. പക്ഷെ അത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അപ്പോൾ എന്തായാലും ഇനി യൂറോപ്പിലെ പവർഫുൾ ആയിട്ടുള്ള വാട്ടർഫോൾസ് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിട്ടുള്ള സ്വിറ്റ്സർലാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ പച്ചപ്പും എല്ലാം കൂടി. പച്ചപ്പിൻ്റെ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും എന്തൊരു ഭംഗിക്കാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൽ ഇങ്ങനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇവരുടെ ഗവൺമെൻറ്റിന് മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള ആളുകൾക്കും ഭയങ്കര പങ്കുണ്ട്.
എനിക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് എവിടേക്ക് നോക്കിയാലും ഫ്രെയിം, ഒരു ഫോട്ടോ ഒക്കെ കിട്ടുന്ന ഒരു ഫ്രെയിം പോലുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തത്. ഏകദേശം 8.7 മില്യണാണ് ഇവിടുത്തെ ഈ സ്വിറ്റ്സർലാൻഡിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊരു സെൻട്രൽ യൂറോപ്യൻ രാജ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഫസ്റ്റ് പെട്രോൾ പമ്പിൽ കയറുകയാണ് എണ്ണ ഫില്ല് ചെയ്യാൻ. നമ്മളിപ്പോൾ എത്ര ദിവസം ഓടിയിട്ട് എത്ര പ്രാവശ്യമൊക്കെ ആക്കും നമ്മൾ എണ്ണ അടിച്ചത്? 1207 കിലോമീറ്റർ ഓടി. ഇതുവരെ നമ്മൾ ആകെ അടിച്ചിട്ടുള്ളത് ഒരു 110 യൂറോക്കാണ് അടിച്ചത്. അതെ, നല്ല മൈലേജ് ഉണ്ടല്ലേ വണ്ടിക്ക്? ഇപ്രാവശ്യം 1.97 ഡീസൽ. ശരിക്കും നമ്മള് ഓസ്ട്രിയയിൽ നിന്നാണ് നമ്മൾ രണ്ടാണ് അടിച്ചത്. അവിടെ ആകെ 1.62 ഉള്ളു. 61, 1.54 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് വേണം പെട്രോൾ അടിക്കാൻ കേട്ടോ. ഇതെങ്ങനെ ആക്കും പരിപാടി? പരിപാടി നമ്മൾ ഡീസലിൻ്റെ ഇത് തുറക്കുക, പണി പോയാലും യു എയിലൊരു പെട്രോൾ പമ്പിലൊരു ജോലിക്ക് ഹോപ്പുണ്ട്. ഇത് അടിച്ചടിച്ചിട്ടേ എന്താ നമ്മൾ 70 സ്വിസ് ഫ്രാങ്കിന് അടിച്ച 70 സ്വിസ് ഫ്രാങ്ക് തന്നെ എത്ര ദിർഹംസ് വരും? 70 സ്വിസ് ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 220 വരും. അകത്ത് പോയിട്ട് ബില്ല് പേ ചെയ്യണം കേട്ടോ. ഇവിടെ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ഒരു വിശ്വാസത്തിൻ്റെ പുറത്തുള്ള കളികളാണ്. ഒരു ഗ്രീൻ ടാഗ് ഉണ്ടല്ലോ, അത് ഇന്നലെ നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് കയറുന്ന സമയത്ത് നമ്മളൊരു പെട്രോൾ പമ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ടാഗ് ഇതിന് വേണമെന്ന് മസ്റ്റാ തോന്നുന്നല്ലേ? ഇത് ഇവിടുത്തെ റോഡിന്റെ ഹൈവേയുടെ ടോളാണ്. അതില്ലെങ്കിൽ ഫൈൻ 200 സ്വിസ് ഫ്രാങ്കോളം ഫൈൻ വരും എല്ലാ റോഡിനും. സ്വിറ്റ്സർലാൻഡ് ശരിക്കും നമ്മളിവിടെ ആകെ 7 ദിവസം ഉള്ളൂ. പക്ഷെ അത് ആകെ ഒരു കാർഡുള്ളൂ, 1 ഇയർ വാലിഡിറ്റിയുള്ളവരൊക്കെ കാർഡുള്ളൂ. ഞാനോട് ചോദിച്ചു ഷോർട്ട് ടേം വാലിഡിറ്റി ഉള്ള വല്ല കാർഡുണ്ടെങ്കിൽ നമ്മൾ അതിന് 40 ഫ്രാങ്ക്സ് ഉണ്ട്. 40 ഫ്രാങ്ക്സ് ആണ് ഏകദേശം 160 റംസ് ഉണ്ട്. 1 ഇയറിന്. 1 ഇയർ ഉള്ളൂ. അവിടെ ആകെ ഒരൊറ്റ ടാഗ് ഉള്ളൂ. നമ്മൾ വണ്ടിമ്മ ഒട്ടിക്കുക. ഇതില്ലെങ്കിൽ ഫൈൻ ഉണ്ട്. വണ്ടി നമ്മൾ ഒട്ടിക്കണം. നമ്മൾ യു എയിലെ സാലിക്കൊക്കെ പോലെ അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലേക്ക് കിടക്കുന്നവർ ആ ടാഗ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതെല്ലാം കാരണമാണ്, അത് മോട്ടോർ ഫോമിന് മാത്രമാണ്. എല്ലാ വണ്ടി സ്വിറ്റ്സർലാൻഡിലെ ഹൈവേസ് യൂസ് ചെയ്യുന്ന എല്ലാ വണ്ടി ഏതൊരു വണ്ടി ഈ ഒരു ടാഗിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. സ്വിറ്റ്സർലാൻഡിലെ കറൻസി ശരിക്കും സ്വിസ് ഫ്രാങ്ക്സ് ആണ്. ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ യൂറോ ആണ് കേട്ടോ അവരുടെ കറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ട്രാഫിക് ജാമാണ്. അപ്പോൾ വണ്ടികളൊക്കെ നിർത്തിയിട്ട പോലെയാണ് നിൽക്കുന്നത്, മൂവ് ചെയ്യുന്നേ ഇല്ല. പക്ഷേ അവർ ഓരോ വണ്ടിക്കിടയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത ആ ഒരു ഡിസ്റ്റൻസാണ് ഞാൻ നോക്കുന്നത്. അത്രയധികം ഈ രാജ്യത്തെ നിയമം, അതുപോലെ ഈ രാജ്യത്തിൻ്റെ പ്രകൃതിനെയും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ആൾക്കാരാണ് ഇവർ. പിന്നെ അതുപോലെ തന്നെ കൃഷിയിൽ ഇവർ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഈ ഡയറി പ്രൊഡക്ട്സ്, ഒരുപാട് ഫാമുകൾ, പിന്നെ പാല് ഉൽപ്പന്നങ്ങളൊക്കെ ഇവർ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടുത്തെ ചീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചീസ് കിട്ടുന്ന ഒരു കൺട്രിയും കൂടിയാണ്. ചീസുകളുടെ ലോകം എന്നാണ് ഈ സ്വിറ്റ്സർലാൻഡിനെ പലരും വിശേഷിപ്പിക്കുന്നത്. റോഡുകൾ നമുക്ക് ഈ പ്രൈവറ്റ് വണ്ടികളൊന്നും വെഹിക്കിൾസ് ഒന്നും അത്ര തന്നെ കാണാൻ പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്രയധികം ഇത്രയധികം പബ്ലിക് ട്രാൻസ്പോർട്ട് വികസിച്ച വേറൊരു രാജ്യം ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ഡൗട്ടാണ്. അത്രമാത്രം പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളുകളുള്ളൊരു രാജ്യമാണ്. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇവിടെ മെട്രോയിലൊക്കെ ഭയങ്കര ചാർജാണ്. പക്ഷെ ഇവിടെ ഒരു സ്വിസ് പാസ് വാങ്ങിക്കാൻ കിട്ടും. ആ സ്വിസ് പാസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒട്ടുമിക്ക പബ്ലിക് ട്രാൻസ്പോർട്ടും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ട്രെയിന്, മെട്രോ, ട്രാം, അതുപോലെ ബോട്ട് എല്ലാം യൂസ് ചെയ്യാം.
അപ്പം അങ്ങനെയാണ് ഇവിടെ കുറേ ഇവിടുത്തെ ആളുകളൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ചില പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രം യൂസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ട്. വേറെ കാറുകളോ അല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് വണ്ടികളൊന്നും കയറാത്ത അങ്ങനത്തെ ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാനിവിടെ കണ്ടതിൽ വെച്ചിട്ട് ഒരുപാടായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ കൃഷിഭൂമികൾ. വളരെ അടുക്കും ചിട്ടയിലുമാണ് ഇവർ ഭയങ്കര നീറ്റായിട്ടാണ് കേട്ടോ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് കോണ്, അതുപോലെ സൺഫ്ലവറിൻ്റെ സീഡ്, ഗ്രേപ്സ്, ആപ്പിള്, ഇതൊക്കെയാണ് മെയിനായിട്ട് സ്വിറ്റ്സർലാൻഡിലെ കൃഷികൾ എന്ന് പറയുന്നുണ്ട്. സാഫ്രോണും നല്ലോണം ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ജർമ്മനിയുടെ ആ ഒരു ബോർഡറിലാണ്, ഷെഫോസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ റെയിൻ വാട്ടർഫോൾസ് ഉള്ളത്. അപ്പം നമ്മൾ ഒരുപാട് ദൂരം ഓടിയിട്ട് ഇത് വരണം, ഈ ഒരു വാട്ടർഫോൾസ് കാണണം മസ്റ്റായിട്ട് എന്ന് വിചാരിച്ചതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. സ്വിറ്റ്സർലാൻഡിൽ, യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷെഫോസൺ എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മനിയോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു അതിർത്തിയിലാണ് ഉള്ളത്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകാനുള്ളത്, പക്ഷേ ആ റോഡ് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വേറെ ഗൂഗിൾ മാപ്പിൽ വേറെ റോഡുകളൊന്നുമില്ല. കാക്കു സ്വന്തമായി കണ്ടുപിടിച്ച വഴികൾ വഴി ഊര് വഴികളിലൂടെയൊക്കെ തേടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ആ ഒരു വാട്ടർഫോൾസിന് അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ വന്ന് ഫൈനലി നമ്മൾ ആ ഒരു വാട്ടർഫോൾസിലേക്കുള്ള പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പാർക്കിംഗ് 3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ പാർക്കിംഗ് 2ഉം പാർക്കിംഗ് 1ഉം ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷയിൽ നമ്മളൊന്ന് പോയി നോക്കുകയാണ്. ചിലപ്പോൾ പാർക്കിംഗ് 1ലും 2ലൊന്നും നമുക്ക് ക്യാമ്പർ വാൻസ് പാർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതേപോലെ തന്നെ സംഭവിച്ചു. പാർക്കിംഗ് 1ലും 2ലും നമുക്ക് ക്യാമ്പർ വാൻ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു റൗണ്ട് ബോട്ടൊക്കെ കിട്ടി. അവിടുന്ന് വീണ്ടും തിരിച്ച് വന്ന് നമ്മളെ ക്യാമ്പർ വാൻ്റെ പാർക്കിംഗ് 3 ആണ്. പൊതുവേ ക്യാമ്പർ വാൻ്റെ പാർക്കിങ്സൊക്കെ ഏറ്റവും ലാസ്റ്റിലായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നടക്കാനും ഉണ്ടാവും കേട്ടോ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ റെയിൻഫോൾ വാട്ടർഫോൾസിൻ്റെ ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ക്യാമ്പർ വാൻ കൊണ്ട് കുറേ മെറിറ്റ്സ് ഉണ്ട്, കുറേ ഡിമെറിറ്റ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഡിമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. ഒരുവിധം സ്ഥലത്തൊന്നും ഈ ക്യാമ്പർ വാൻ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാട്ടർഫോൾസിൻ്റെ ഒരുപാട് ദൂരമാണ് ക്യാമ്പർ വാൻ്റെ പാർക്കിങ്. അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേൾഡിൽ തന്നെ പവർഫുൾ വാട്ടർഫോൾസാണ്. ഒരു കാറിൻ്റെ പാർക്കിംഗ് ടിക്കറ്റ് ഇടണം. അത് കഴിഞ്ഞ് കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. ഓടിക്കതിച്ചാണ് ഈ വാട്ടർഫോൾസ് കാണാൻ പോകുന്നത്. കാരണം 1 hour നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് 1 hour കഴിഞ്ഞിട്ട് ലിൻഡ് ഫാക്ടറിയിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട് വൈകുന്നേരം 4 മണിക്ക്. അപ്പോൾ 1 മണിയായി. ഇവിടുന്ന് 1 hour കണ്ട് നമ്മൾ തിരിച്ചോടിപ്പോണം. ഓൾമോസ്റ്റ് എത്തിയിട്ടാണ്. നല്ല ആളുകളുണ്ട്. അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾസാണ്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇവിടെ വാട്ടർഫോൾസ് കാണാൻ ടിക്കറ്റ് ഒന്നുമില്ല, പക്ഷെ ഇതിനകത്തൊരു ബോട്ട് റൈഡ് ഉണ്ട്. ആ ബോട്ട് റൈഡ് മസ്റ്റായിട്ടും നമ്മൾ ഇവിടുന്ന് കാണുന്നുണ്ട്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോകുന്നത്. 15 minutes ഉണ്ട്, 30 minutes ഉണ്ട്. നമുക്ക് 15 minutesന്റെ ബോട്ട് റൈഡ് എടുക്കാനുള്ള ടൈം ഉണ്ടായിട്ടുള്ളൂ. എത്ര ദിർഹംസായി കാക്കോ? സോറി, എത്ര യൂറോ? 21 ഫ്രാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു 80 ദിർഹം. നമ്മൾ 15 മിനിറ്റ് റൗണ്ട് ട്രിപ്പ് ആണ് എടുത്തുള്ളത്. 30 മിനിറ്റ് റൗണ്ട് ട്രിപ്പ് ഉണ്ട്. ഇതിന്റെ രണ്ടിന് നടുക്കൊരു റോക്ക് ഉണ്ട്. 30 മിനിറ്റ്സ് ആണെങ്കിൽ ആ റോക്കുമ്പോൾ നമ്മളെ ഇറക്കും. എന്നിട്ട് നമ്മളെ റോക്കിന്റെ മുകളിലൊക്കെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് ബോട്ടിൽ വന്നിട്ട് കയറാം. പക്ഷെ ഇത് റോക്കുമ്പോൾ നിർത്തൂല, റോഡിന്റെ കൂടെ പോരും.
ഓക്കെ. റോട്ടിന് മേലേക്ക് പോകാൻ പറ്റുന്ന ടൈമില്ല നമുക്ക്. ഓക്കെ. നമുക്ക് ഇവിടുന്ന് അതിന് മാത്രം ടൈമില്ല. 2 o'clock ആകുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് പോകണം. 1:45-നാണല്ലേ അടുത്ത ബോട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ 1:30 ആയി. വാവ്. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ഫോഴ്സ് എന്നറിയോ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു വെള്ളം ചാടുന്നതിൻ്റെ സൗണ്ട് നമുക്ക് നല്ല കേൾക്കുന്നുണ്ട്. വെറുതെ അല്ല ഇത് ഒരു സ്വിറ്റ്സർലാൻഡിലൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും പവർഫുള്ളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇവിടുന്ന് ആ ഒരു ഫോഴ്സും വെള്ളത്തിൻ്റെ ഫോഴ്സ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇത്. അപ്പോൾ ആ കാണുന്ന ബോട്ടിലാണ് നമ്മളിനി കയറുന്നത്. നമ്മൾ 15 മിനിറ്റ്സിനുള്ളതാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ അവിടെ കുറേ ആളുകൾ പല വ്യൂവിൻ ഡെക്കിലൊക്കെ നിന്നിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ടൈമില്ല. നമ്മൾ ഈ ഒരു കുറച്ച് ടൈമുള്ള മാത്രം എടുത്ത് നമ്മൾ 15 മിനിറ്റിൻ്റെ ബോട്ട് റൈഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ബോട്ടാണ്. അപ്പോൾ അത് ആ ഒരു വാട്ടർഫോൾസിൻ്റെ ഏറ്റവും പീക്ക് നിയറസ്റ്റ് പോട്ടോ ഇയാൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി 1 സെക്കൻഡിൽ 600 ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഇയാൾ ഈ ബോട്ടും കൊണ്ട് ആ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്ത് വരെ പോയി. ശരിക്കും കൈയും കാലൊക്കെ വിറക്കും. ഭയങ്കര ജെർക്കിങ്. നമുക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ പോയിട്ട് നിന്നിട്ട് കുറേ നേരം കാണുന്നുണ്ട്. ശരിക്കും ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ ബോട്ട് മറിയുമോ എന്ന് തോന്നിയപ്പോൾ ഭയങ്കര ബോട്ട് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാം. ശരിക്കും എന്താ പറയുക, ഈ ഒരു ബോട്ടല്ലാതെ ഇത് 3 തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്ക് ഒരു ഐലൻഡ് പാർട്ടി ഉണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ബോട്ടിൽ പോയിട്ട് അവിടെ കയറി നിന്നിട്ട് കാണാം. പിന്നെ വേറൊരു വ്യൂവിങ് ഡെക്ക് ഉണ്ട്, അവിടെ നിന്നിട്ട് കാണാം. പക്ഷെ അതിനൊക്കെ ടൈം കൂടുതലാണ്. നമുക്ക് അത്രത്തോളം ടൈമില്ല. ഭയങ്കര സൗണ്ടും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. സ്വിറ്റ്സർലാൻഡിൽ വരുന്നവർ മസ്റ്റായിട്ടും കാണണം. യൂറോപ്പിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസാണ് ഈ ഒരു വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏകദേശം ഈ ഒരു വാട്ടർഫോൾസ് ഏകദേശം 150 മീറ്റർ നീളം, 23 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും ഒരു സെക്കൻഡിൽ 600 ക്യൂബിക് മീറ്റർ വെള്ളം ഇത് ഒരൊറ്റ ഫോഴ്സിൽ താഴേക്ക് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആ ഒരു അത്രയും ഫോഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സൗണ്ടും അതുപോലെ ഒരു വല്ലാത്ത ഫീലാണ്. അങ്ങനെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ. ഇവിടെ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ചെറിയൊരു ട്രെയിൻ സർവീസാണ്. കുറച്ച് അപ്പുറം ദൂരം വരെ ഇതിങ്ങനെ പോകുന്നതായിരുന്നു. പിന്നെ കുറേ സ്വിസ് വാച്ചുകളൊക്കെ കാണുന്നുണ്ട്. സ്വിസ് വാച്ചുകൾ ഏത് കാലത്തും ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്ന വാച്ചുകളാണ് നമുക്കറിയാം. ഭയങ്കര റേറ്റാണ് പറയുന്നത്. ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ യൂറോപ്പിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭാഗ്യം കിട്ടി. അത് കണ്ട് നമ്മളിനി മടങ്ങാണ് കേട്ടോ. നമ്മൾ 4ാമത്തെ കൺട്രിയാണിത്. ആദ്യമായിട്ട് നമ്മളൊരു മലയാളീനെ കണ്ടിട്ടോ. മലയാളി നമുക്ക് അവിടെ കണ്ടാലൊരു സന്തോഷമാണല്ലോ. മലയാളിയാണെന്ന് മനസ്സിലായില്ല, അല്ലെങ്കിൽ കാക്കെന്തോ കമൻ്റൊക്കെ പറയുന്നത് റെഡി ആയി നിന്നു. പിന്നെ അപ്പോൾ നമ്മൾ വാട്ടർഫോൾസൊക്കെ കണ്ട്
ഇനി നമുക്ക് കറക്റ്റ് ടൈമാണ്. ഇൻഷാല്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റ് 4 മണിയാകുമ്പോൾ നമ്മൾ ലിൻ ഫാക്ടറിയിൽ എത്തുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മളെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലിൻ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ലിൻ ഫാക്ടറിയുടെ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.